ഓഫ് മെഷീൻ എലമെൻസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി എടുത്തിരുന്നു. തിയറി ഓഫ് ഫെയിലിയേഴ്സ് 5 തിയറീസ് ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ ഡേറ്റാ ബുക്കിലെ പേജ് നമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു. ബേസിക് ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി പ്രോബ്ലംസിലോട്ട് നമുക്ക് കിടക്കാം. ആ സെയിം തിയറീസ് തന്നെ, 5 ഫെയിലിയർ തിയറീസിൻ്റെ തന്നെ പ്രോബ്ലംസ്. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, വീഡിയോ പോസ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കി എക്സ്പ്ലനേഷൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കാം. സോ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഇൻ എ മെഷീൻ കമ്പോണൻറ്റ് മെയ്ഡ് ഓഫ് C45 steel as follows: sigma x 120, sigma y 50. Calculate the factor of safety using maximum normal stress theory, maximum shear stress theory, distortion energy theory. സോ 5 തിയറീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും അല്ല അവർ പറഞ്ഞിട്ടുള്ള ആ 3 തിയറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കറിയാം എന്താണ് ഇക്വേഷൻസ് എന്നുള്ളത് ഡേറ്റാ ബുക്കിൽ അറിയാം. സോ നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു സംഭവം ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ തിയറീസും. സംതിങ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി. സിഗ്മ വൈ ടി എന്ന് പറഞ്ഞാൽ അറ്റ് ഈൽഡ് പോയിന്റിലുള്ള സംതിങ് എന്നാണ്. ഇത് ഡിവൈഡഡ് ബൈ എന്താണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, 2 ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ബൈ സ്ക്വയർ ഉണ്ട്. അങ്ങനെ ഓരോ തിയറീസിനും അനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളതാ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ഇതിൻ്റെ അത് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം. എന്താണ്, ഫസ്റ്റ് വൺ സിഗ്മ എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സിഗ്മ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഏത് മെറ്റീരിയലാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിയറീസ് 1, 2, 3 തിയറീസ് യൂസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസ് സിഗ്മ എക്സ് എന്താണെന്ന് എഴുതുക, സിഗ്മ വൈ എന്താണെന്ന് എഴുതുക. ഓക്കെ, സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു 120 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. മെറ്റീരിയൽ എന്ന് പറയുന്നത് C45 സ്റ്റീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ മെറ്റീരിയലിൻ്റെ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ഡേറ്റാ ബുക്കിലെ പേജ് നമ്പർ 1.9 അല്ലെങ്കിൽ പേജ് നമ്പർ 1.5, 1.6 ഒക്കെ തൊട്ട് തുടങ്ങുക. നമ്മളീ പറയുന്ന സ്റ്റീലിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 1.9 ആണ് നമ്മുടെ PSG ഡേറ്റാ ബുക്കിൽ. കെ മഹാദേവൻ്റെ ആകുമ്പോൾ 458 to 464 ആണ്. സോ C45 സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ C45ൻ്റെ ചെല്ലുക, പേജ് നമ്പർ 1.9 ചെല്ലുക. സോ പേജ് നമ്പർ 1.9ൻ്റെ ഡേറ്റാ ബുക്കിലെ ഫോട്ടോയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് C45 എന്ന് പറയുന്ന സ്റ്റീലാണ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം C45 എന്ന് പറയുന്ന സ്റ്റീൽ. നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് C45. സോ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് C45 നിങ്ങൾ നോക്കുക. C45 എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന, C45 എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നതാണ് C45. സോ C45ൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ അതിൻ്റെ പ്രോപ്പർട്ടി വാല്യൂസാണ് നിങ്ങൾക്ക് ഈ മുകളിൽ കാണിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് കാർബൺ, പെർസെൻറ്റേജ് ഓഫ് MnA, സ്ട്രെങ്ത്ത്, ഈൽഡ്, സ്ട്രെസ്. നമുക്ക് വേണ്ടത് ഈ ഒരു വാല്യൂവിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ C45 ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടറിയാം. 36 ആണ് വാല്യൂ. സോ ഇതാണ് നമ്മുടെ വാല്യൂ 36. സോ എന്ത് ചെയ്യുക, C45ൻ്റെ ഈൽഡ് സ്ട്രെങ്ത് പേജ് നമ്പർ 1.9 ചെന്നിട്ട് എടുക്കുക. സോ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 36 ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് പെർ MM സ്ക്വയർ ആണ്. സോ കിലോഗ്രാം ഫോഴ്സ് പെർ MM സ്ക്വയറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ MM സ്ക്വയർ കിട്ടും. ഓക്കെ, സോ സിഗ്മ വൈ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നരുത്, നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ സിഗ്മ വൈ അല്ല, ഇത് സിഗ്മ എക്സും സിഗ്മ വൈയും ഡയറക്ഷൻ അനുസരിച്ച്. ഇത് സിഗ്മ വൈ എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്തിൻ്റെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വൈറ്റീന്നോ എന്തെങ്കിലും എഴുതിക്കോ, സിഗ്മ വൈറ്റീന്ന് എന്തെങ്കിലും എഴുതിക്കോ. ഈ ടെക്സ്റ്റിൽ ഇതിനെ രണ്ടിലും സെയിം ഇങ്ങനെ സിഗ്മ വൈ ഇട്ടേക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് തോന്നല്, നിങ്ങൾ നോട്ടിൽ എഴുതുമ്പം ഈൽഡ് സ്ട്രെങ്ത് എന്ന് തന്നെ എടുത്തെഴുതുക. ഈൽഡ് സ്ട്രെങ്ത് സിഗ്മ വൈറ്റി ഈസ് ഈക്വൽ ടു 36 കിലോഗ്രാം ഫോഴ്സ് പെർ MM സ്ക്വയർ അല്ലെങ്കിൽ 360 ന്യൂട്ടൺ പെർ MM സ്ക്വയർ. സോ ടോ എന്ന് നമുക്ക് കിട്ടത്തില്ല അതിൻ്റെ അകത്തുനിന്ന്. സോ ടോ എന്ന് പറയുന്നത് 0. സോ നമുക്ക് എന്ത് കിട്ടി, സിഗ്മ എക്സ് കിട്ടി, സിഗ്മ വൈ കിട്ടി, ടോ 0 കിട്ടി, ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ 360 ന്യൂട്ടൺ പെർ MM സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കണം. എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ചെയ്യുന്നതാണ്, സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കണം. കാരണം
നമുക്ക് ഡേറ്റാ ബുക്കിൽ ഈ സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെല്ലാം നമുക്ക് ഡേറ്റാ ബുക്ക് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാം. സോ ഇത് പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതുക, സിഗ്മ എക്സ് സിഗ്മ വൈ എടുത്തെഴുതുക. പിന്നെ വേണ്ടത് ഡേറ്റാ ബുക്കിൽ ഏത് സ്റ്റീലിൻ്റെ ആണോ, C45 ആണെങ്കിൽ അതിൻ്റെ, C20 ആണെങ്കിൽ അതിൻ്റെ അവിടെ ചെന്നിട്ട് ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ എടുക്കുക. അത് കിലോഗ്രാം ഫോഴ്സ് പെർ mm²-ലായിരിക്കും. അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ കിലോഗ്രാം ഫോഴ്സ് പെർ mm² ന്യൂട്ടൺ പെർ mm²-ലേക്ക് മാറി. സോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ 1 സിഗ്മ 2 മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും. ഇത് നമ്മൾ ഒരുപാട് തവണ ചെയ്ത ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് കാണുന്ന ഇക്വേഷനാണ്. സിഗ്മ 1 = സിഗ്മ എക്സ് പ്ലസ് സിഗ്മ y/2 ഹോൾ പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ y/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഡേറ്റാ ബുക്കിൽ കിടപ്പുണ്ട് ഈ ഇക്വേഷൻ. സോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് ഇക്വേഷൻ ജസ്റ്റ് ചെയ്യുക. എന്താണ് സിഗ്മ എക്സിൻ്റെ വാല്യൂ? സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 120, സിഗ്മ വൈ 50. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 120 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 120 + 50 / 2 റൂട്ട് ഓഫ് പ്ലസ് ആണ്. കാരണം എന്താണ് ഇത് പ്ലസ് ആവുന്നത് നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ചെയ്യുമ്പം, ഇത് മൈനസ് ആവുന്നത് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, സോ 120 + 50/2 പ്ലസ് റൂട്ട് ഓഫ് എന്താണ്? സിഗ്മ എക്സ് മൈനസ് സിഗ്മ y/2 ദ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് 120, സിഗ്മ y 50. സോ 120 - 50/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ എന്താണ്? 0 ആണ്. സോ പ്ലസ് 0. സോ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 2 പാർട്ടായിട്ട് ചെയ്യണം. സോ ഇതൊരു പാർട്ട്, ഇതൊരു പാർട്ട്. ഓക്കെ, അങ്ങനെ 2 പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഇത് ആദ്യത്തെ പാർട്ട് 85 കിട്ടും, സെക്കൻഡ് പാർട്ട് 35 കിട്ടും. സോ 85 + 35 എന്ന് പറയുന്നതായിരിക്കും 120 ന്യൂട്ടൺ പെർ mm². എന്ത് കിട്ടി? സിഗ്മ 1ൻ്റെ വാല്യൂ കിട്ടി. അടുത്ത സിഗ്മ 2 എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഓൾറെഡി നമ്മൾ ഈ ഇക്വേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം എന്താണ്? 35 ആണ്. ഇത്രയും ഭാഗം 85 ആണ്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തപ്പോൾ 120 കിട്ടി. ഇത് രണ്ടും കൂടെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 85 - 35 ചെയ്യുമ്പം 50 കിട്ടും. ഓക്കെ, സോ നമുക്ക് 2 വാല്യൂസ് കിട്ടി. 120 കിട്ടി, 50 കിട്ടി. സോ സിഗ്മ 1 എന്ന് പറയുന്നത് 120, സിഗ്മ 2 എന്ന് പറയുന്നത് 50. ഓക്കെ, സോ നമ്മുടെ ഡേറ്റാ ബുക്കിലേക്ക് ചെല്ലുക. സിഗ്മ 1 കിട്ടി, സിഗ്മ 2 കിട്ടി. ഫെയിലിയർ തിയറീസിൽ 5 തിയറികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഒന്നാമത്തെ തിയറി എടുക്കുക. ഒന്നാമത്തെ തിയറി PSG ഡേറ്റാ ബുക്ക് 7.3 ആണ്. സോ നമ്മൾ ഒന്നാമത്തെ തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി എന്നാണ് അറിയുന്നത്. സോ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി ഒന്നും കൂടെ ഡേറ്റാ ബുക്കിലെ പേജ് നമ്പറിലേക്ക് പോവുക. മാക്സിമം സ്ട്രെസ് തിയറി, അതാണ് എന്ത്? റാങ്കൈൻസ് തിയറി. അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പേരൊക്കെ ഓർത്ത് വെച്ചോണം. മാക്സിമം സ്ട്രെസ് തിയറി, മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, റാങ്കൈൻസ് തിയറി. ഇതെല്ലാം ഒറ്റ സംഭവം തന്നെയാണ്. സോ ചെല്ലുക. റാങ്കൈൻസ് തിയറി അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് തിയറി അതിൻ്റെ എന്തുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഈ മൂന്നിൽ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണോ അത് = സിഗ്മ YT. അതാണ് നമ്മുടെ തിയറി പറയുന്നത്. ഓക്കെ, ഈ 3 മാക്സിമം വരുന്ന ഏതാണോ അത് സിഗ്മ YT ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ ചെല്ലുക. നമ്മുടെ ഡേറ്റാ ബുക്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? സിഗ്മ YT ഇക്വേറ്റ് ചെയ്യുക. പക്ഷേ തിയറി പ്രകാരം എന്തായിരിക്കണം? നമ്മൾ ഓർക്കുന്നുണ്ട്. എന്താണ് തിയറി പ്രകാരം? ആ കിട്ടുന്ന സിഗ്മ YT /n. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും. ഫെയിലിയർ ഒക്കർ അറ്റ് എ പോയിന്റ് വേർ എന്താണ്? ഇതിൽ ഏതാണോ മാക്സിമം അത് സിഗ്മ YT എത്തുന്ന പോയിന്റിലായിരിക്കും ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ 1 അല്ലെങ്കിൽ സിഗ്മ 2, അതും അല്ലെങ്കിൽ സിഗ്മ 3. ഇതിലേതെങ്കിലും ഒന്ന് = സിഗ്മ ഈൽഡ് പോയിന്റ് /ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നായിരുന്നു നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഓക്കെ, സോ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരുന്നു. മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി. സോ ഡേറ്റാ ബുക്കിൽ ചെല്ലുമ്പം സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വിച്ച് ഈസ് മാക്സിമം അത് = സിഗ്മ Y. സിഗ്മ Y എന്ന് പറഞ്ഞാൽ സിഗ്മ ഈൽഡ്. അത് തന്നെ ഇവിടെ എഴുതി. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വിച്ച് ഈസ് മാക്സിമം = ഈൽഡ്. സോ ഡിസൈൻ കേസിൽ എടുക്കുമ്പം സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വിച്ച് ഈസ് മാക്സിമം = ഈൽഡ് /n. ഓക്കെ, സോ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? സിഗ്മ 3 0 ആണെന്ന് നമുക്കറിയാം. സിഗ്മ 2ഉം സിഗ്മ 1ഉം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 120, 50. സോ ഇത് രണ്ടും നമുക്കറിയാം. n എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ പേരൊന്നും കൊടുത്തില്ല, ജസ്റ്റ് FOS എന്നേ പറഞ്ഞുള്ളൂ. അതിനെ നിങ്ങൾക്ക് n എന്ന് ഡിനോട്ട് ചെയ്യാം. m അല്ല, n എന്ന് ഡിനോട്ട് ചെയ്യാം. സോ സിഗ്മ Y എന്ന് പറയുന്നത് ഈൽഡ് പോയിന്റിലെ സ്ട്രെസ്. നമുക്ക് എന്താ അറിയാം? ഈൽഡ് പോയിന്റിലെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടി. 36 കിലോഗ്രാം ഫോഴ്സ് പെർ mm², അല്ലെങ്കിൽ 36 × 10 360 ആണെന്ന് നമുക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ
നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ സിഗ്മ 3 നമുക്ക് വേണ്ട. ഓക്കെ, അപ്പം മാക്സിമം ഇതിൻ്റെ അകത്ത് ഏതാണോ മാക്സിമം അത് ഈസ് ഈക്വൽ ടു സിഗ്മ YT/n എന്നാണ്. അപ്പോൾ സിഗ്മ 3 അല്ല എന്നറിയാം. സിഗ്മ 2 എന്ന് പറയുന്നത് 50 ആണ്, സിഗ്മ 1 എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ എന്തായിരിക്കും സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ YT/n ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ എന്ത് ചെയ്യുക, സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ YT/n ഇക്വേഷൻ ഇവിടെ എഴുതി. സിഗ്മ 1 120, 360 എന്ന് പറയുന്നതാണ് സിഗ്മ ഈൽഡ് ഡിവൈഡഡ് ബൈ n. അതിൻ്റെ അകത്തുനിന്ന് n കിട്ടി. n ഈസ് ഈക്വൽ ടു 3. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്, അതാണ് n ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. ഓക്കെ, ഡൗട്ടില്ലല്ലോ. സോ ഇതേ രീതി നിങ്ങൾ പ്രോബ്ലംസ് ചെയ്താൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യുക, സിഗ്മ 1ഉം സിഗ്മ 2ഉം നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഡേറ്റാ ബുക്കിൽ ചെന്നിട്ട് സിഗ്മ ഈൽഡ് പോയിൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തിയറി ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ തിയറിയിലുള്ളത് നമ്മുടെ ഈ പറയുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി തിയറി പറയുന്ന സംഭവം ഏതാണോ അതെന്ത് ചെയ്യുക, ഈ പറയുന്ന ഈൽഡ് പോയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തേതിൻ്റെ ആൻസർ കിട്ടി, n ഈസ് ഈക്വൽ ടു 3. ഇനി രണ്ടാമത്തെ പ്രോബ്ലം മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. സോ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് സിഗ്മ 1 കണ്ടുപിടിക്കണം, സിഗ്മ 2 കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാനതൊന്നും ഇനി റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് സിഗ്മ 2 എത്ര കിട്ടി, 50 കിട്ടി, സിഗ്മ 1 120 കിട്ടി. അതെല്ലാ പ്രോബ്ലത്തിലും ഇനി മാറ്റമൊന്നുമില്ല. നിങ്ങളിവിടെ കണ്ടുപിടിച്ച ഈ സിഗ്മ ഈക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നതും ഇനി ത്രൂ ഔട്ട് ഈ പ്രോബ്ലത്തിൽ മാറ്റമൊന്നുമില്ല. എവിടെയൊക്കെ സിഗ്മ 1ഉം സിഗ്മ 2ഉം വരുന്നുണ്ടോ അവിടെ എല്ലാം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, 120യും 50യും കൊടുക്കാം. അല്ലാതെ ഓരോ തിയറിക്ക് അനുസരിച്ച് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ 120 50 നമുക്ക് കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനിവിടെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയിൽ വരുമ്പോഴത്തേക്ക് അത് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് ആ സ്റ്റെപ്പിലേക്ക് പിന്നെയും പോകുന്നില്ല. അപ്പോൾ എന്താണ് ഈ തിയറി പറയുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഡാറ്റാ ബുക്കിൽ ആ പറയുന്ന പേജ് നമ്പർ 7.3 തന്നെ ചെല്ലുക. ഇതേതാണ് തിയറി, രണ്ടാമത്തത് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എടുക്കുക. ഇതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയിൽ എന്തൊക്കെ ഇക്വേറ്റ് ചെയ്താനാണ് അവർ പറഞ്ഞിരിക്കുന്നത് നോക്കുക. സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 1. ഇതിൽ ഏറ്റവും മാക്സിമം വരുന്ന വാല്യൂ ഏതാണോ അതാണ് സിഗ്മ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 1 വിച്ച് ഈസ് മാക്സിമം ഇക്വേറ്റഡ് വിത്ത് സിഗ്മ ഈൽഡ് പോയിൻറ്റ്. ഓക്കെ, അതെന്ന് പറയുന്നത് ഇവിടെ ഒന്നും കൂടെ എടുത്തെഴുതി. സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 1 വിച്ച് ഈസ് മാക്സിമം ഈസ് ഈക്വൽ ടു ഈൽഡ് പോയിൻറ്റ്. ഡിസൈൻ പർപ്പസിൽ എന്താണ് ഈൽഡ് പോയിൻറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് കൊടുക്കണം. ഇത് ഈക്വൽ ടു ഈൽഡ് പോയിൻറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും സിഗ്മ 1ൻ്റെ വാല്യൂ 120, സിഗ്മ 2ൻ്റെ വാല്യൂ 50, സിഗ്മ 3യുടെ വാല്യൂ 0. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്നും ചെയ്ത് നോക്കുക. ഒന്നാമത്തത് സിഗ്മ 1 മൈനസ് സിഗ്മ 2 എത്രയാണ്, 120 മൈനസ് 50, 120 നിന്ന് 50 പോയി കഴിഞ്ഞാൽ ബാക്കി 70. ഓക്കെ, അടുത്ത സിഗ്മ 2 മൈനസ് സിഗ്മ 3 എത്രയാണ്, സിഗ്മ 2 എന്ന് പറയുന്നത് 50 ആണ്, സിഗ്മ 3 0 ആണ്, 50 മൈനസ് 0 50. അടുത്ത സിഗ്മ 3 മൈനസ് സിഗ്മ 1, സിഗ്മ 3 എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് 120 എത്ര കിട്ടും, മൈനസ് 120 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മൂന്നും ചെയ്ത് നോക്കുക. ഇത് മൂന്നും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോ വാല്യൂസും കിട്ടും. സോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്, നെഗറ്റീവ് വാല്യൂ ഒന്നും എടുക്കണ്ട, നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസിൻ്റെ പോസിറ്റീവ് മാത്രം എടുത്താൽ മീൻസ് ചേഞ്ച് എന്ന് പറയുന്നത് നോക്കിയാൽ മതി. ഇത് രണ്ടുമുള്ള ഡിഫറൻസ് എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സിഗ്മ 1 മൈനസ് സിഗ്മ 2 അല്ലെങ്കിൽ സിഗ്മ 2 മൈനസ് സിഗ്മ 1 ഇതിലെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 2 എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ലാസ്റ്റിലത്ത് വരുമ്പം സിഗ്മ 1 മൈനസ് സിഗ്മ 3 അല്ലെങ്കിൽ സിഗ്മ 3 മൈനസ് സിഗ്മ 1 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അത് പ്രശ്നമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വാല്യൂ കിട്ടിയത് 70, 50, 120 എന്നാണ്. മൈനസ് 120 ഒന്നും കാര്യമാക്കണ്ട, നിങ്ങൾ 120 പ്ലസ് തന്നെ, കാരണം ഇത് സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡിഫറൻസ് എന്നേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഫിക്സഡ് ഇക്വേഷൻ ഒന്നും അല്ല. സിഗ്മ 3 മൈനസ് സിഗ്മ 1, സിഗ്മ 1 മൈനസ് സിഗ്മ 3 എങ്ങനെ വേണമെങ്കിലും എടുക്കാം, തമ്മിലുള്ള ഡിഫറൻസ് എന്നേ എടുക്കുന്നുള്ളൂ ഈ രണ്ട് ടേംസിൻ്റെ. സോ ഇതെത്രയാണ്, 120. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് മാക്സിമം ഏതാണോ അതുമായിട്ട് എന്ത് ചെയ്യുക, സിഗ്മ YT/n ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് നോക്കാം, മാക്സിമം എന്താണ് 120 ആണ് കിട്ടിയത്. ഏത് ചെയ്യുമ്പോഴാണ്, സിഗ്മ 1 മൈനസ് സിഗ്മ 3 ഈസ് ഈക്വൽ ടു ഈൽഡ് പോയിൻറ്റ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തു. എത്ര കിട്ടി, 120 ഈസ് ഈക്വൽ ടു
yield പോയിൻറ്റ് ഇത് 120 ആണ്. 120 ഈസ് ഈക്വൽ ടു yield പോയിൻറ്റ് ബൈ n. 120 ഈസ് ഈക്വൽ ടു yield പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ 360 ആണ് അല്ലേ. 36 കിലോഗ്രാം ഫോഴ്സ് ആയിരുന്നു പെർ mm സ്ക്വയർ ആയിരുന്നു, അത് 360 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആയിട്ട് മാറി. സോ 120 ഈസ് ഈക്വൽ ടു 360 ബൈ n. ഇവിടെ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടും? 3 തന്നെ കിട്ടും. ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 തന്നെ കിട്ടും. സോ നമ്മുടെ രണ്ടാമത്തെ തിയറി വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ തിയറിയിലേക്ക് വരുമ്പോഴും മാറ്റങ്ങളൊന്നുമില്ല. എന്താണ്? ഫസ്റ്റ് സിഗ്മ 1 കണ്ടുപിടിക്കുക, സിഗ്മ 2 കണ്ടുപിടിക്കുക, സിഗ്മ 3 കണ്ടുപിടിക്കുക. നമുക്കറിയാം സിഗ്മ 1 120, സിഗ്മ 2 50, സിഗ്മ 3 0. അതിനി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അത്രയും ഓക്കെ. നേരെ ഡേറ്റാ ബുക്കിൽ പോവുക, ഡിസ്റ്റോർഷൻ എനർജിയുടെ ഇക്വേഷൻ എടുക്കുക, എന്തുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഡിസ്റ്റോർഷൻ എനർജിയുടെ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് ഡിസ്റ്റോർഷൻ എനർജി. ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഡിസ്റ്റോർഷൻ എനർജി എന്ന് പറയുന്നത്? മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി, ഏറ്റവും ലാസ്റ്റിലത്തെ വോൺ മിസസ് ആൻഡ് ഹെൻസ്കി ആൻഡ് വോൺ മിസസ് തിയറി എന്ന് പറയുന്നതാണ് എന്ത്? ഡിസ്റ്റോർഷൻ എനർജി തിയറി. അതിൻ്റെ അകത്ത് ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 3 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 3 സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ സ്ക്വയർ. ഇതുമായിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്തു? നേരെ നമ്മുടെ ഇതുവഴിയിലേക്ക് വന്നു. സോ പറഞ്ഞിരിക്കുന്നത് നോക്കുക, അത് ഇക്വേഷൻ ഒന്നുകൂടെ എടുത്തെഴുതി. സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ പ്ലസ് സിഗ്മ 3 സ്ക്വയർ മൈനസ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 3 സിഗ്മ 1 ഈസ് ഈക്വൽ ടു ഈൽഡ് പോയിൻറ്റ് ഉള്ളതിലെ സ്ക്വയർ ഫോർ ഡിസൈൻ പർപ്പസ് ആകുമ്പോൾ എന്താണ്? ഡിവൈഡഡ് ബൈ n ദ ഹോൾ സ്ക്വയർ ആവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓരോ വാല്യൂസും നമുക്കറിയാം. സിഗ്മ 1ൻ്റെ വാല്യൂ 120 ആണ്, സിഗ്മ 2ൻ്റെ വാല്യൂ 50 ആണ്, സിഗ്മ 3 എന്ന് പറയുന്നത് ഇല്ല. അടുത്ത സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 എത്രയാണ്? സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു 50. അടുത്ത സിഗ്മ 2 ഇൻറ്റു സിഗ്മ 3, സിഗ്മ 3 0 ആയതുകൊണ്ട് ഈ ടൈം പോവും. ഇവിടെയും സിഗ്മ 3 0 ആയതുകൊണ്ട് 0 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ ഈസ് ഈക്വൽ ടു സിഗ്മ ഈൽഡ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ബൈ n ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. സോ അതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്യുക. അതിനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 10900 ഈക്വൽ ടു 360 ബൈ n ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് n കണ്ടുപിടിക്കണം. സോ 360 ബൈ n ഈസ് ഈക്വൽ ടു 1090യുടെ റൂട്ട് എടുക്കുക. സോ 104.4 കിട്ടും. സോ 104.4 കിട്ടിക്കഴിഞ്ഞാൽ n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 104 വെച്ചിട്ട് ചെയ്യുക. സോ 360 ബൈ 104 ചെയ്യുമ്പം 3.448 എന്ന് നമുക്കൊരു വാല്യൂ കിട്ടും. സോ നമ്മൾ 3 തിയറീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചു. സോ അതിൻ്റെ അകത്ത് മാക്സിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഏതാണോ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഡിസൈനിൽ യൂസ് ചെയ്യേണ്ടത്. സോ ലാസ്റ്റ് നിങ്ങൾ പ്രോബ്ലം എഴുതി തീർക്കുമ്പോൾ ഇതും കൂടെ എഴുതി വെക്കുക. നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല സെലക്ട് ചെയ്യാൻ, നമ്മളോട് ഇത് 3 ഇതും വെച്ചിട്ട് എന്ത് ചെയ്യുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് 3 വെച്ചിട്ട് നിങ്ങൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിച്ചതിന് ശേഷം എഴുതുക. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്? മാക്സിമം കിട്ടിയത് 3.448 ആണ്. ഏത് തിയറി വെച്ചിട്ടാണ്? യൂസിങ് ഡിസ്റ്റോർഷൻ എനർജി തിയറിയാണ്. സോ നമ്മുടെ ഡിസൈൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 3.448 ആണ് എന്നും കൂടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യുന്ന രീതി. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒന്നും കൂടെ ജസ്റ്റ് ഞാൻ സിമ്പിളായിട്ട് എളുപ്പം പെട്ടെന്ന് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ പ്രോബ്ലം തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സിഗ്മ എക്സ് ഉണ്ടായിരിക്കും, സിഗ്മ വൈ ഉണ്ടായിരിക്കും. സിഗ്മ എക്സും വൈയും എല്ലാം എഴുതുക. നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് നമുക്ക് അറിയാം എന്താണ് ഈ പറയുന്ന തിയറീസ് വെച്ചിട്ടാണെന്നറിയാം. അപ്പോൾ തിയറീസ് വെച്ചിട്ട് ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ വേണം. നമ്മളൊന്ന് ഡേറ്റാ ബുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്. സിഗ്മ 1 വേണം, സിഗ്മ 2 വേണം, സിഗ്മ 3 വേണം. അതിവിടെ ഏത് തിയറി ചെന്നാലും സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കണ്ടുപിടിക്കണം. ഒപ്പം സിഗ്മ വൈറ്റ് കണ്ടുപിടിക്കണം. സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിഗ്മ 1 സിഗ്മ 2 മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. സിഗ്മ വൈറ്റ് നമുക്ക് ഡേറ്റാ ബുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡേറ്റാ ബുക്കിൽ പോവുക, പേജ് നമ്പർ 1.9 ചെല്ലുക, സ്റ്റീൽ എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്മ വൈറ്റിയുടെ ഇക്വേഷൻ, ഇതിലേത് സ്റ്റീലാണോ വേണ്ടത് അതിൽ സിഗ്മ വൈറ്റിയുടെ ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. അതിൻ്റെ അകത്തെ ഈൽഡ് സ്ട്രെങ്ത് വാല്യൂ എടുക്കുക. അത് കിലോഗ്രാം ഫോഴ്സ് പെർ mm സ്ക്വയറിലാണ്. ഇൻറ്റു 100 ഇൻറ്റു 10 ചെയ്ത് കഴിയുമ്പോൾ കിലോഗ്രാം ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറും. കിലോഗ്രാം ഫോഴ്സ് പെർ mm സ്ക്വയർ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറും. സോ അപ്പോൾ എന്ത് കിട്ടി? സിഗ്മ വൈറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സിഗ്മ വൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിക്കണം. സിഗ്മ 1ൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇടുക, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഇടുക. സിഗ്മ 1 കിട്ടും. മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഇടുക, എന്ത് കിട്ടും? മിനിമം കിട്ടും. ഇനി എന്ത് ചെയ്യുക? അത് വന്നിരിക്കുന്ന ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി.
അത് തന്നെയുള്ളൂ. ബാക്കി എല്ലാ പ്രോബ്ലംസിലും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത മാക്സിമം ഷിയർ സ്ട്രെസ് ആണെങ്കിൽ അത് എന്തുമായിട്ടാണോ ഇക്വേറ്റ് ചെയ്യേണ്ടത് അത് ഇക്വേറ്റ് ചെയ്യുക. അടുത്ത ഡിസ്റ്റോർഷൻ ആണെങ്കിൽ അതും എന്തുമായിട്ടാണോ ഇക്വേറ്റ് ചെയ്യേണ്ടത് അതിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റിലത്തെ ഒന്നും കാൽക്കുലേഷൻ കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. നിങ്ങളത് നന്നായിട്ട് ചെയ്ത് നോക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വേണമെങ്കിൽ ചോദിച്ചോ, പറഞ്ഞു തരാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതും സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഈ ചെയ്യുന്നൊരു രീതി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ഡേറ്റാ ബുക്കിൻ്റെ പേജും ചെയ്യുന്ന ആ ഒരു മെത്തേഡും സ്റ്റെപ്പും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. A bolt is subjected to a tensile load of 25 kN and to a shear load of 10 kN. രണ്ട് ലോഡുകൾ പറഞ്ഞിട്ടുണ്ട്, ടെൻസൈൽ ലോഡും പറഞ്ഞിട്ടുണ്ട്, ഷിയർ ലോഡും പറഞ്ഞിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, റാങ്കൈൻസ് തിയറി വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി വെച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കണം. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി വെച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഈ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈൽഡ് പോയിന്റ് സ്ട്രെസ് ഇൻ എ സിമ്പിൾ ടെൻഷൻ ഈസ് 300 Nm² ആണ്. പോയിസൺസ് റേഷ്യോ 0.25 ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈൽഡ് പോയിന്റ് നമ്മൾ മറ്റേ C45ൻ്റെ പേജിൽ ചെന്നിട്ട് ഈൽഡ് പോയിന്റ് കണ്ടുപിടിക്കാനൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ. ഈ പ്രോബ്ലത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഡയറക്റ്റ് അവരെന്ത് 300 ആണെന്ന് ആ വാല്യൂ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പറഞ്ഞിരിക്കുന്ന തിയറീസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി, മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, 3 തിയറീസാണ്. ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ്. നമ്മൾക്ക് ഈൽഡ് പോയിന്റ് സ്ട്രെസ് തന്നിട്ടുണ്ട്, പോയിസൺസ് റേഷ്യോ തന്നിട്ടുണ്ട്, 25ഉം 10ഉം ഫോഴ്സിൻ്റെ വാല്യൂസ്, ടെൻസൈൽ ലോഡ് ഷിയർ ലോഡ് തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുക. P 25 kN ആണ്. സോ ന്യൂട്ടണിലേക്ക് മാറ്റുക. 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഷിയർ ലോഡ് ഈസ് ഈക്വൽ ടു 10 ആണ്. 10 × 10⁻³ ന്യൂട്ടൺ ആക്കുക. ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ 1/m എന്നാണ് പഠിച്ചത്. ഓരോ ടെക്സ്റ്റിലും ഓരോ രീതിയിലാണ്. സോ നിങ്ങളുടെ നോട്ടിൽ എങ്ങനെയാണോ എഴുതിയത് അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. സോറി, ഫാക്ടർ ഓഫ് സേഫ്റ്റി അല്ല, പോയിസൺസ് റേഷ്യോ ആണ് 1/m എഴുതി. ഓക്കെ, നമ്മളിവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് എന്താണ് FOS എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, വേറെ ടേംസ് ഒന്നും കൊടുത്തില്ല. സോ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് n എന്ന് കൊടുത്തു. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ n എന്ന് തന്നെ ഡിനോട്ട് ചെയ്യുക. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 2.5 തന്നിട്ടുണ്ട്. ഈൽഡ് പോയിന്റ് സ്ട്രെസ് സിഗ്മ y ഈൽഡ് ഈക്വൽ ടു 300 Nm² ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് പറഞ്ഞത് പോയിസൺസ് റേഷ്യോ ന്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂ ഈസ് ഈക്വൽ ടു പോയിസൺസ് റേഷ്യോ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1/m എന്ന് പറഞ്ഞായിരുന്നു പഠിച്ചത്, ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ 1/m അത് ഓരോ ടെക്സ്റ്റിൽ ഓരോ രീതി വരുന്നത് ഉള്ള കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ അവർ യൂസ് ചെയ്തേക്കുന്നത് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടീം വെച്ചിട്ടാണ്. ന്യൂ ഈസ് ഈക്വൽ ടു 0.25 പോയിസൺസ് റേഷ്യോ. അപ്പോൾ നമ്മളോട് ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന സമയത്ത് ബോൾട്ടിൻ്റെ നമുക്കിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് 2 ഡയമീറ്റേഴ്സ് കിട്ടും. കോർ ഡയമീറ്റർ ഓഫ് ബോൾട്ട് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ അല്ലാതെ കോർ ഡയമീറ്റർ അല്ലാതെ ബോൾട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ കിട്ടുന്നുണ്ട്. സോ നമുക്ക് കോർ ഡയമീറ്റർ കിട്ടും, അതേപോലെ തന്നെ ബോൾട്ട് ഡയമീറ്ററും കിട്ടും. സോ ജസ്റ്റ് അതിങ്ങനെ 2 ഡയമീറ്റർ ഉണ്ടെന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ 2 ഡയമീറ്റർ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ കോർ ഡയമീറ്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് DC എന്ന് പറയുന്ന ടൈം. DC എന്ന് പറയുന്നത് കോർ ഡയമീറ്റർ ആണ്. കോർ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾട്ടിൻ്റെ ഡയമീറ്ററിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നും ചെറിയൊരു അഡ്വാൻസ്ഡ് ടേമും കൂടെ വന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ആ ടേംസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. DC ഈസ് കോർ ഡയമീറ്റർ ഓഫ് ബോൾട്ട്. വെറും D എന്ന് പറയുന്നതാണ് ബോൾട്ടിൻ്റെ ആക്ച്വൽ ഡയമീറ്റർ. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള എന്താണ് P ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. P എത്രയാണ് 25 ആണെന്ന് തന്നിട്ടുണ്ട്. ടെൻസൈൽ ലോഡ് P എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. ഒന്നാമത് നമുക്കറിയാം എന്താണ് സിഗ്മ T. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ടെൻസൈൽ ആകുമ്പം ടെൻസൈൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഏരിയ. ഏരിയ ഓഫ് ബോൾട്ട് എന്നാണ് പറയുന്നത്. ഏരിയ ഓഫ് ബോൾട്ട് എടുക്കുമ്പോൾ കോർ ഡയമീറ്റർ ഓഫ് ബോൾട്ട് വേണം എടുക്കാൻ. ഏരിയ ഓഫ് ബോൾട്ട് എടുക്കുക. ഏരിയ എത്രയാണ് πr² അല്ലെങ്കിൽ πd²/4. വെറും D അല്ല, DC ആണ്. πr എടുക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ 6 വെച്ചിട്ട് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം എന്താണ്, നമുക്ക് ഡയമീറ്ററിൻ്റെ വാല്യൂ അറിയില്ല, കണ്ടുപിടിക്കേണ്ട ഡയമീറ്ററാണ്. സോ നിങ്ങൾ റേഡിയസിന് എന്ത് ചെയ്യുക, ഡയമീറ്ററിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തിടുക. ഇങ്ങനെ തന്നെ എഴുതി പോവുക. πdc²/4 ഏരിയ. ഏരിയ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.7853 DC² എന്നാണ്. π/4 ചെയ്യുമ്പം 0.7853 കിട്ടും.
ഡി സി സ്ക്വയർ എന്ന് കിട്ടും. സോ ഏരിയ എന്ത് കിട്ടി? ഈ പറയുന്ന ഡി സി ഡയമീറ്റർ, കോർ ഡയമീറ്ററിൻ്റെ ടേംസിൽ നമുക്ക് ഏരിയ കിട്ടി. സോ അത് ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഇക്വേഷൻ കിട്ടും 25 ഡിവൈഡഡ് ബൈ 0.7853 ഡിവൈഡഡ് ബൈ ഡി സി സ്ക്വയർ ചെയ്യുമ്പം 31.8 ഇൻറ്റു 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ ഡി സി സ്ക്വയർ. ഒരു സി ഉണ്ട്, ഡി സി സ്ക്വയർ ആണ് എന്ത്? ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. സോ എന്ത് കിട്ടി? ടെൻസൈൽ സ്ട്രെസ്സാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്, ടെൻസൈൽ സ്ട്രെസ്സാണ്. സിഗ്മ വൈ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. സോ സിഗ്മ വൈ ഈസ് ഈക്വൽ ടു 0 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ സിഗ്മ എക്സും സിഗ്മ വൈയും ഒക്കെ തന്നിരുന്നു, ഡയറക്റ്റ് എടുത്താൽ മതി. ഈ കേസിൽ അങ്ങനെ തന്നിട്ടില്ല, പകരം ഫോഴ്സും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫോഴ്സ് ബൈ ഏരിയ, ലോഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ എക്സ് കിട്ടും. സിഗ്മ വൈ കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ എന്ത് ചെയ്യുക? സിഗ്മ വൈയെ ഈക്വൽ ടു 0 ഇടുക. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 31.8 ഇൻറ്റു 10⁻³ ഹോൾ ഡിവൈഡഡ് ബൈ ഡി സി സ്ക്വയർ കിട്ടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നു. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോ എക്സ് വൈ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുക. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 കണ്ടുപിടിക്കുക. നേരെ എന്ത് ചെയ്യുക? നമ്മുടെ ഡേറ്റാ ബുക്കിലെ ഈ പറയുന്ന ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ അപ്പോൾ സിഗ്മ എക്സും സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സിഗ്മ 3 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം. സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഏതൊക്കെ? സിഗ്മ എക്സ്, സിഗ്മ വൈ, ടോ എ. ഈ പറയുന്ന 3 സംഭവങ്ങൾ കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സിഗ്മ 1, സിഗ്മ 2 ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് സിഗ്മ എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 31.8 ഇൻറ്റു 10⁻³ ബൈ ഡി സി സ്ക്വയർ കിട്ടി. അടുത്ത സിഗ്മ വൈ 0 ആണെന്നറിയാം. ടോ കണ്ടുപിടിക്കണം, ടോ എക്സ് വൈ കണ്ടുപിടിക്കണം. ടോ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ തന്നെ. ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഷിയർ സ്ട്രെസ് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0.7834 0.7853 ഡി സി സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടി. സോ ഷിയർ ഫോഴ്സ് 10 വന്നിട്ടുണ്ട്. സോ 10 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.78 ചെയ്യുക. ഇപ്പം നമുക്ക് 12.73 ഇൻറ്റു 10⁻³ ഡി സി സ്ക്വയർ അത് കിട്ടും. സോ ഇൻ ടേംസ് ഓഫ് ഡി സിയിൽ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എക്സ് കിട്ടി, ടോയും കിട്ടി. സിഗ്മ വൈ എന്ന് പറയുന്നത് 0 ആണ്. സോ സിഗ്മ എക്സും സിഗ്മ വൈയും നമുക്ക് കിട്ടി, ടോയും നമുക്ക് കിട്ടി. അതിൽ ടോയും സിഗ്മ എക്സും ഇൻ ടേംസ് ഓഫ് ഡി സിയുടെ ടേംസിലാണ് വരുന്നത്. നമ്മൾ നേരെ ഡേറ്റാ ബുക്ക് PSG പേജ് നമ്പർ 7.2 ചെല്ലുക. നമുക്ക് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ നിങ്ങൾ മുമ്പ് കണ്ട ഇക്വേഷൻ തന്നെ, നമ്മുടെ സാധാ ഇക്വേഷൻ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഇതവർ ഒരുമിച്ച് 1/2 പുറത്തങ്ങ് കിട്ടുന്നേ ഉള്ളൂ, കാര്യമാക്കണ്ട. നമ്മൾ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് 1/2 റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ആ ഇക്വേഷൻ എടുക്കുക. സിഗ്മ 1 എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. സിഗ്മ 1ൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ സിഗ്മ 1 കണ്ടുപിടിക്കുക. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സിഗ്മ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ വൈയുടെ വാല്യൂസ് എന്താണ്? 0 ആണ്. അടുത്ത ഇവിടെ സിഗ്മ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ വൈയുടെ വാല്യൂ 0 ആണ്. ഇവിടെ 4 ടോ എക്സ് വൈ സ്ക്വയർ ഉണ്ട്, അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിനെല്ലാം സോൾവ് ചെയ്യാം. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററിൽ ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ടേം വരുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക? ഇതിൻ്റെ റൂട്ട് എടുക്കുക, സോൾവ് ചെയ്യുക, ഡി സി സ്ക്വയർ കൊടുക്കുക. സിംപ്ലി എന്ത് ചെയ്യുക? നിങ്ങളീ പറയുന്ന സിഗ്മ 1 ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ടേം നമുക്ക് കിട്ടും. സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ 1 എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് 36.2 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഡി സി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സിഗ്മ 1 കിട്ടി. സിമിലർലി സിഗ്മ 2 നിങ്ങൾ കണ്ടുപിടിക്കുക. 1/2 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ കാര്യം തന്നെ. ഈ പ്ലസിന് പകരം മൈനസ് ഇട്ട് കൊടുത്താൽ മതി. 31.8 ഇൻറ്റു സംതിങ് മൈനസ് 40.73 ഇത് ചെയ്യുക. 4.46 കിട്ടും. ഇൻറ്റു 2 1/2 കൂടെ ഉണ്ട്. അപ്പോൾ 4.46 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ എന്ത് കിട്ടി? സിഗ്മ 1 കിട്ടി, സിഗ്മ 2ഉം കിട്ടി. സിഗ്മ 1 36.26 ഇൻറ്റു 10⁻³ ബൈ ഡി സി സ്ക്വയർ കിട്ടി. സിഗ്മ 2 മൈനസ് 4.46 ഇൻറ്റു 10⁻³ ബൈ ഡി സി സ്ക്വയർ കിട്ടി. ഇവിടെ മൈനസ് ഉണ്ട്, മാറിപ്പോലെ പ്രോബ്ലം ഇനി മാറ്റി എടുക്കുമ്പോഴേ. സിഗ്മ 1 കിട്ടി, സിഗ്മ 2 കിട്ടി, സിഗ്മ 3 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇനി നമ്മുടെ പ്രോബ്ലം തിയറീസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, ഒന്നാമത്തെ തിയറി എന്താ പറഞ്ഞിരിക്കുന്നത്? സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വിച്ച് ഈസ് മാക്സിമം ഇക്വേറ്റഡ് വിത്ത് സിഗ്മ വൈ. ഓക്കെ,
സോ നേരെ ചെല്ലുക. ഇതിൻ്റെ അകത്ത് മാക്സിമം ഏതാണ്? സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 വിച്ച് ഈസ് മാക്സിമം ഇക്വേറ്റ് വിത്ത് ഈൽഡ്, അല്ലെങ്കിൽ ഇക്വേറ്റ് വിത്ത് ഈൽഡ് ബൈ എൻ. എന്തിനാ? ഡിസൈൻ പ്രോസസ്സിന് ഈൽഡ് ബൈ എൻ വെച്ച് ഇക്വേറ്റ് ചെയ്യുക. സോ നമുക്ക് അറിയാം ഈ 3 വെച്ചതിൽ ഏറ്റവും ഈൽഡ് മാക്സിമം വാല്യൂ ഏതാണ്? സിഗ്മ 1ൻ്റെ വാല്യൂ ആണ്. കാരണം സിഗ്മ 3 എന്ന് പറയുന്നത് 0 ആണ്, സിഗ്മ 2 കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഓൾറെഡി സിഗ്മ 1 ആയിരിക്കും അതിൻ്റെ അകത്ത് വലിയ വാല്യൂ എന്ന് അപ്പോൾ നമുക്കറിയാം. സിഗ്മ 1നെ സിഗ്മ ഈൽഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്മ 1നെ സിഗ്മ ഈൽഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്മ ഈൽഡ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ 2.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 36.25 265 × 10⁻³ നെ 300/2.5 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? അവിടെ ഡി സിയുടെ വാല്യൂ കിട്ടും. ഡി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 17.38 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സിഗ്മ 1 കണ്ടുപിടിക്കണം, സിഗ്മ 2 കണ്ടുപിടിക്കണം, സിഗ്മ 3 കണ്ടുപിടിക്കണം. ഈ പറയുന്ന ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ഏതാണോ വലുത് അത് സിഗ്മ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. സിഗ്മ 1ഉം 2ഉം കണ്ടുപിടിച്ചു. സിഗ്മ 3 0 ആണ്. സോ സിഗ്മ 1 ആണ് ഇവിടുത്തെ മാക്സിമം. അത് സിഗ്മ ഈൽഡ് ബൈ എന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഡി സി സ്ക്വയറിൻ്റെ അകത്തുനിന്നും ഡി സി കണ്ടുപിടിക്കുന്നു. 17.38 കിട്ടും. 17.38 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റേഷ്യോ ഉണ്ട്. ഡി സി ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 0.84. ഇത് ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടോണം, അല്ലെങ്കിൽ മറക്കാതെ എഴുതിക്കണം. നമ്മുടെ ഡാറ്റാ ബുക്കിലില്ല. ഡി സി ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 0.84. ഡി സി കോർ ഡയമീറ്റർ, ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട്. സോ കോർ ഡയമീറ്റർ ബൈ ബോൾട്ട് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 0.84. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ എന്ത് കിട്ടും? ഡി സി നമുക്ക് കിട്ടി 17.38 കിട്ടി. സോ 17.38 ഡിവൈഡഡ് ബൈ 0.84 ചെയ്യുമ്പം 20.69 ആണ്, അല്ലെങ്കിൽ 20.7 എന്ന് എടുക്കാം. അതായിരിക്കും എന്ത്? നമ്മുടെ ബോൾട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ബോൾട്ട് ഡയമീറ്റർ 20.69 അല്ലെ 20.7 എന്നൊരു വാല്യൂ കിട്ടി. സോ 20.7 നമുക്കൊരു ബോൾട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം 20.7 നമ്മളൊരു ബോൾട്ട് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ ഈ ബോൾട്ടുകളുടെയൊക്കെ കേസസിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. മീൻസ് 1, 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 5 3 കഴിഞ്ഞാൽ പിന്നെ 4 കാണത്തില്ല, 5 അത് കഴിഞ്ഞാൽ പിന്നെ 6 കാണത്തില്ല, 7, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ 20.69 ഒരു ബോൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു സ്റ്റാൻഡേർഡ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ PSG ഡാറ്റ ബുക്കിൽ 5.42 ചെല്ലുക. അടുത്ത ഡാറ്റ ബുക്കിൻ്റെ പേജ് നിങ്ങൾ നോക്കിക്കോ. ഈ 5.42 ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബോൾട്ട് ഡയമീറ്ററുകൾ ഉണ്ടായിരിക്കും. ഇതാണ് ഡാറ്റ ബുക്ക് 5.42. 5.42 ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇങ്ങനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്ത്? സ്റ്റാൻഡേർഡ് സൈസ് M2.5, M3, M4, M5, M6, M8, M10 ഇതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ബോൾട്ട് ഡയമീറ്റർ എന്ന് പറഞ്ഞ് ഇതാ ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ പറയുന്ന ബോൾട്ട് ഡയമീറ്റർ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ വാല്യൂ എത്രയാണ്? 20.69 ആണ് നമ്മുടെ ബോൾട്ട് ഡയമീറ്റർ. അങ്ങനെ ഒരു വാല്യൂ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കുക. ബോൾട്ട് ഡയമീറ്ററിൽ 20.64 എന്നൊരു വാല്യൂ നോക്കുക. ഇവിടെ 30 ഉണ്ട്, 16.9 ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 20.3 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ വാല്യൂ എത്രയാണ്? 20.6 ആണ്. 20.3 ഉണ്ട്, അത് കഴിഞ്ഞാൽ 25 ഉണ്ട്. അപ്പോൾ നമ്മുടെ വാല്യൂ ആയിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏതാ? ഈ പറയുന്ന 20.3 എന്ന് പറയുന്ന വാല്യൂ. 20.7 ആണ് നമ്മുടെ വാല്യൂ. 20.69 ആണ് നമുക്ക് ബോൾട്ട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 20.69 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ 20.69 ഏറ്റവും അടുത്ത് കിടക്കുന്ന ബോൾട്ട് ഡയമീറ്റർ ഏതൊക്കെയാണെന്ന് നോക്കുക. നോക്കുമ്പോൾ ഏതാണ്? 20.32 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. സോ ബോൾട്ടിൻ്റെ പേര് എന്താണ്? M24 എന്നാണ്. ഓക്കെ, സോ എന്ത് ചെയ്യുക? നമ്മുടെ ഡാറ്റാ ബുക്കിൽ നമ്മുടെ M24 ആണ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പറയണ്ടേ? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റാൻഡേർഡ് ബോൾട്ട് സൈസ് എന്ന് പറഞ്ഞാൽ M24 ആണെന്ന് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 കണ്ടുപിടിക്കുക. ഡാറ്റാ ബുക്കിലെ തിയറി നോക്കുക. എന്തുമായിട്ടാണോ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പം ഡിനോമിനേറ്ററിൽ
ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കാൻ കിടക്കുന്ന ഡി സി എന്ന് പറയുന്ന ഒരു സംഭവം ബാക്കി വരും. ആ ഡി സി കിട്ടും 17.38 കിട്ടും. സോ ഡി സി ബൈ ഡി ഈസ് ഈക്വൽ ടു 0.84 ആണെന്ന് നമുക്കറിയാം. സോ ഡി സി ബൈ ഡി 0.84 ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഡി കിട്ടും 20.69. നേരെ ഡേറ്റാ ബുക്കിൽ 5.42 പേജ് ചെല്ലുക. സോ ഈ പേജസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണേ. 5.42 ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പം സ്റ്റാൻഡേർഡ് സൈസസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈസുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ഏതാണെന്ന് നോക്കുക. M24 ആണ്. സോ അതുകൊണ്ട് സെലക്ട് ചെയ്യുക M24 ബോൾട്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഓർക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് തിയറിയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് തിയറിയും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് തിയറി എടുക്കുന്നത്. നെക്സ്റ്റ് തിയറി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തിയറി നോക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ഇത് മൂന്നും കണ്ടുപിടിക്കുക. അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തിയറി നോക്കുക, ഏതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മാക്സിമം സ്ട്രെയിൻ തിയറി എന്ന് പറയുന്നത് മൂന്നാമത്തെ സെൻ വെനൻസ് തിയറിയുമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നുള്ളത് സിഗ്മ 1 മൈനസ് പോയിസൺസ് റേഷ്യോ ഇൻറ്റു സിഗ്മ 2 പ്ലസ് സിഗ്മ 3, അല്ലെങ്കിൽ സിഗ്മ 2 മൈനസ് പോയിസൺസ് റേഷ്യോ ഇൻറ്റു സിഗ്മ 3 പ്ലസ് സിഗ്മ 1, അതും അല്ലെങ്കിൽ സിഗ്മ 3 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2. ഇത് മൂന്നും ചെയ്ത് നോക്കുക. ഇത് മൂന്നിൽ ഏറ്റവും മാക്സിമം കിട്ടുന്ന ഏതാണോ അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നാണ് ഈ തിയറി പറയുന്നത്. അല്ലെങ്കിൽ ഈ കിട്ടുന്ന മൂന്നെണ്ണത്തിൽ മാക്സിമം ഈക്വൽ ടു സിഗ്മ വൈ ടി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അത് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്നും കൂടെ അവിടെ അവരെടുത്ത് എഴുതി. ഫോർ ഡിസൈൻ ഇത് ചെയ്യുക, ഇത് ചെയ്യുക, ഇത് ചെയ്യുക, വിച്ച് ഈസ് മാക്സിമം ഈസ് ഈക്വൽ ടു സിഗ്മ ഈൽഡ് ബൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം ചെയ്ത് നോക്കണം. അതിന് നമ്മൾ ഡാറ്റാ ബുക്കിലേക്ക് പോകുന്നു. സോ നമുക്ക് അതിൻ്റെ അകത്ത് മൂന്നെണ്ണത്തിൽ ഓരോന്നും ചെയ്ത് നോക്കണം. നിങ്ങളിരുന്ന് ചെയ്ത് നോക്കണം. ഞാനത് ഇനിയും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അതേ കാര്യം പറയുന്നില്ല. 1, 2, 3 കൂടെ ചെയ്ത് നോക്കുക. അത് 3 ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവിൽ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇവിടെ അവർ ചെയ്തപ്പോൾ അവർക്ക് മാക്സിമം കിട്ടിയത് ഇതാണ്. ഏതാണ്, സിഗ്മ 1 മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ 2 മൈനസ് സിഗ്മ 3. അത് ചെയ്തപ്പോഴാണ് എന്ത് മാക്സിമം കിട്ടിയത്. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം മറ്റേതിൻ്റെ വാല്യൂസ് എത്രയാണ് കിട്ടുന്നതെന്ന്. സോ കിട്ടിയ മാക്സിമം വാല്യൂ കിട്ടിയത് ഈ മാക്സിമം വാല്യൂ ഇതാണ്. സോ ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെയാണ് ഇങ്ങോട്ട് കൊടുത്തത് 300 ബൈ 2.5 എന്താണ് ഈൽഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പം 17.64 എന്ന് കിട്ടും. നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യുക. എന്താണ് 17.64നെ 0.84 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21.01 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. സോ 21.04 കിട്ടിക്കഴിഞ്ഞാൽ ഡേറ്റാ ബുക്കിലേക്ക് ചെല്ലുക. നമ്മുടെ ബോൾട്ട് ഡയമീറ്ററുകൾ നോക്കുക. അതിൽ 21 ഇവിടെ എത്രയാണ് 20.3 M24 തന്നെ. വേറെ അടുത്ത വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല. സോ എന്ത് ചെയ്യുക, സെലക്ട് M24 ബോൾട്ട് സെലക്ട് ചെയ്യുക. 2 തിയറീസ് കഴിഞ്ഞു. മൂന്നാമത്തെ തിയറി മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഇതിൻ്റെ അകത്ത് ഏതാണ്, രണ്ടാമത്തത് ഗെറ്റ്സ് തിയറി വെച്ചിട്ടാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ടി. ഫോർ ഡിസൈൻ ആകുമ്പോൾ സിഗ്മ വൈ ടി ബൈ എൻ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിഗ്മ 1 മൈനസ് സിഗ്മ 2, സിഗ്മ 2 മൈനസ് സിഗ്മ 3, സിഗ്മ 3 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ അല്ലെ സിഗ്മ ഈൽഡ് ബൈ എൻ. ഇതിൻ്റെ അത് മാക്സിമം എന്ന് പറയുന്നത് ഏതാണ്, നിങ്ങൾ ഈ പറയുന്ന ഓരോന്നും സ്റ്റെപ്പ് ഇത് 1-2 ചെയ്ത് നോക്കണം, ഇത് ചെയ്ത് നോക്കണം, ഇത് ചെയ്ത് നോക്കണം. ഇവർ ഡയറക്റ്റ് ഇവിടെ 1-2 ആണ് മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പറയുന്ന 1, 2, 3 കാര്യങ്ങളും ചെയ്ത് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷമേ പറയാവുള്ളൂ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ഈസ് മാക്സിമം എന്ന്. സോ സിഗ്മ 1 മൈനസ് സിഗ്മ 2 മാക്സിമം ആണെന്ന് കിട്ടി. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. ഞാൻ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 2 മാക്സിമം ആണെന്നറിയാം. സിഗ്മ 1 നമുക്കറിയാം ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട്. സിഗ്മ 2 ഇതാണെന്ന് നമുക്കറിയാം. സോ സിഗ്മ 1 മൈനസ് സിഗ്മ 2നെ എന്ത് ചെയ്യുക, സിഗ്മ ഈൽഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ അകത്ത് ഡി സി കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് ഡി സി ഉണ്ട്. സോ ഡി സി സ്ക്വയർ കിടപ്പുണ്ട്. സോ ഡി സി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. അതിൻ്റെ അകത്ത് ഒന്ന് ഡി സി കിട്ടും. 18.4 ഡി സി കിട്ടും. ഡി സി 18.4 കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോകുക. എന്താണ് ഡി സി ബൈ 0.84 ചെയ്യുക. 21.9 കിട്ടും. അത് വീണ്ടും ഇങ്ങോട്ട് ചെല്ലുക. 21.9 കിട്ടിയാൽ വീണ്ടും നമ്മുടെ ഡേറ്റാ ബുക്കിൽ 5.42 ചെല്ലുക. ബോൾട്ട് നോക്കുക. 20 കഴിഞ്ഞാൽ പിന്നെ 21 ഇല്ല, അടുത്ത 25 ഉള്ളൂ. അപ്പോൾ 21 ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂ M24 തന്നെ. അപ്പോൾ ആൻസർ എന്ത് ചെയ്യുക, 21.92. സോ സെലക്ട് സ്റ്റാൻഡേർഡ് ബോൾട്ട് സൈസ് M24. പ്രോബ്ലംസ് ഇത്തിരി ലെങ്തിയാണ്, പക്ഷെ നമുക്കൊന്നും പേടിക്കാനില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും, ഡയമീറ്റർ തന്നിട്ടുണ്ടായിരിക്കും.
അല്ലെങ്കിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കും, ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ടായിരിക്കും. സോ ഇത് രണ്ടുമേ ഉള്ളൂ ഇതിനകത്തെ പ്രോബ്ലംസ് വരുന്നത്. സോ എന്ത് ചെയ്യുക, അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് ഈൽഡ് പോയിന്റിലുള്ള സ്ട്രെസ്സ് വേണം. പ്രോബ്ലംസ് തിയറിയിലേക്ക് വന്നിട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചായിരിക്കണം. ഒന്നെന്താണ് ഈൽഡ് പോയിന്റിലുള്ള സ്ട്രെസ്സ് വേണം, പിന്നെ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 വേണം. ഈൽഡ് പോയിന്റിലുള്ള സ്ട്രെസ്സ് ചില പ്രോബ്ലംസിൽ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. C45 C20 എന്നൊക്കെ പറയുന്ന പേജിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് തരും. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ 300 തന്നു. അടുത്ത സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ 3 0 ആയിരിക്കും എപ്പോഴും. സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിക്കണം. സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെയും ഇക്വേഷൻ നമുക്കറിയാം. അതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ എക്സും സിഗ്മ വൈയും വേണം. സിഗ്മ എക്സും സിഗ്മ വൈയും ചില പ്രോബ്ലത്തിൽ തരും, ചില പ്രോബ്ലത്തിൽ തരത്തില്ല. തരാത്ത പ്രോബ്ലത്തിൽ എന്തുണ്ടായിരിക്കും, ഫോഴ്സും ഏരിയയും തരും. സോ ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ സിഗ്മ എക്സും സിഗ്മ വൈയും ഒക്കെ നമുക്ക് കിട്ടും. സോ അതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നേരെ എന്ത് ചെയ്യുക, തിയറി ഓഫ് ഫെയിലിയേഴ്സിൻ്റെ പേജിലേക്ക് ഡേറ്റ വെക്ക് ചെല്ലുക. എന്താണോ സിഗ്മ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക, അതെടുക്കുക, ഇക്വേറ്റ് ചെയ്യുക. കണ്ടുപിടിക്കാനുള്ള ഡയമീറ്റർ ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ പ്രോബ്ലംസ്. സോ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. ഈ രണ്ട് പ്രോബ്ലംസ് നന്നായിട്ട് തറവായിട്ട് ചെയ്ത് ഡൗട്ടില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോബ്ലംസിലേക്ക്, ഇതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഷുവറായിട്ട് എസ്സേ ചോദിക്കുന്നത് ഈ പറയുന്ന തിയറി ഓഫ് ഫെയിലിയറിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഇതുവരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇനി അത് തന്നെ വരുള്ളൂ. ഈ മൊഡ്യൂളിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഈ തിയറി ഓഫ് ഫെയിലിയേഴ്സ് മാത്രമേ ഉള്ളൂ പഠിക്കാൻ. പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ എസ് ഐ ക്വസ്റ്റ്യൻ എന്തായാലും ഇത്രയൊരു പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിത് നല്ല തറവായിട്ട് തന്നെ പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇവിടെ നിർത്താണ്. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ ഇതേ രീതിയിലുള്ള അടുത്ത ക്ലാസ്സിലൊക്കെ ചെയ്യാം. ഓക്കെ.